നോമ്പ് കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും എല്ലാം കാലഘട്ടമാണ് നോമ്പ് കാലം. ഈ നോമ്പ് കാലത്തിൽ അനുദിന ദീപബലിയിൽ പങ്കെടുത്തും അനുദിന കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുത്തും കുരിശിൻ്റെ വഴിയിൽ പങ്കെടുത്തും ബൈബിൾ പാരായണം നടത്തിയും എല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിന് കരുത്ത് കിട്ടത്തക്ക വിധത്തിൽ ആത്മീയ മേഖലകളിൽ വ്യാപരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഉപവാസമെല്ലാം വരുമ്പോൾ മാർപ്പാപ്പ പറയുന്നത് പോലെ ത്യാഗം ഉപവാസത്തിൻ്റെയും ത്യാഗം ഉദരത്തിൻ്റെയും മത്സ്യമാംസാദികളുടെ ഉപേക്ഷയുടെയും തലത്തിൽ ഒതുങ്ങേണ്ടതല്ല. അത് ഹൃദയത്തിൻ്റെ നോമ്പാചരണമാകണം, ഹൃദയത്തിൻ്റെ ഉപവാസമാകണം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപവാസവും മാംസവർജനവും ഒരു നേരം നോക്കലുമെല്ലാം അത് നമ്മുടെ പേഴ്സണൽ ബാലൻസ് വരുത്താനോ നമ്മളുടെ ശരീരം ക്ഷീണിപ്പിക്കാനോ ഉതകുന്ന ഒന്നായി മാത്രം മാറരുത്. നീ ഉപവാസത്തിലൂടെ മിച്ചം പിടിക്കുന്ന ഭക്ഷണം, ഉപവാസത്തിലൂടെ മിച്ചം പിടിക്കുന്ന പണം, അത് ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണമാകണം. സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായിട്ട് മാറണം. അപ്പോഴാണ് എല്ലാ ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും മെരിറ്റോറിയസ് ആവുകയുള്ളൂ. നമ്മൾ ഈ നോമ്പ് കാലത്തെടുക്കുന്ന ഇതുപോലുള്ളതായ തപശ്ചര്യകൾ എപ്പോഴും ഫലദായകമാകുവാൻ ഒരു പരസ്നേഹത്തിൻ്റെ തലത്തിലേക്കൊക്കെ നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. ഒരു അടക്കത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അടക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ ആശയടക്കമുണ്ട്, അച്ചടക്കമുണ്ട്. അച്ചടക്കം എന്ന് പറയുന്നത് വീടുകളിലൊക്കെ കുഞ്ഞുനാളിൽ മുതലേ പാരൻസ് നമ്മളെ അഭ്യസിപ്പിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണമെന്ന് കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകണമെന്ന് കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കും. ഭക്ഷണം പ്ലേറ്റിൽ നിന്ന് പുറത്തൊന്നും കളയാതെ കഴിക്കണമെന്ന് പഠിപ്പിക്കും. ഇതൊക്കെ കുടുംബത്തിൽ നടത്തുന്ന ചില അച്ചടക്കത്തിൻ്റെ ഭാഗമാണ്. സ്കൂളുകളിൽ വരുമ്പോൾ ടീച്ചേഴ്സ് അധ്യാപകർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം, അവരെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് അഭിവാദ്യം ചെയ്യണം, ക്ലാസ് കഴിയുമ്പോൾ നന്ദി പറയണം, ടീച്ചേഴ്സിനെ എവിടെ വെച്ച് കണ്ടാലും ഗ്രീറ്റ് ചെയ്യണം എന്നെല്ലാമുള്ളതായ പരിശീലനങ്ങൾ ഒക്കെ അച്ചടക്കത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ ആശയടക്കം എന്ന് പറയുമ്പോൾ അതിനൊരു ആത്മീയമാനമുണ്ട്. ഈ ആത്മീയമാനമാണ് നമ്മളെപ്പോഴും കാണേണ്ടത്. അത് ഒരുപക്ഷെ പൗലോസ്ലീഹ എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ കോപിക്കുന്നവൻ തൻ്റെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തീർക്കണം. കോപിച്ചിരിക്കുമ്പോൾ നിൻ്റെ തലയ്ക്ക് മുകളിൽ സൂര്യൻ അസ്തമിക്കരുത് എന്ന് പറഞ്ഞാൽ നീ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് കോപ അവസ്ഥകളെല്ലാം പറഞ്ഞു തീർക്കണം. നിൻ്റെ കോപിച്ചിരിക്കുന്ന അവസ്ഥയിൽ മരണം സംഭവിക്കരുത്, അതെല്ലാം അതിനു മുമ്പ് തീർത്തിരിക്കണമെന്നാണ് പറയുക. വ്യാജവാക്കുകൾ അല്ലെങ്കിൽ ദൂഷിച്ച വാക്കുകൾ സംസാരിക്കരുത് എന്ന് പറഞ്ഞാൽ പരദൂഷണം, മറ്റുള്ളവരൊക്കെ ദൂഷണം പറയുക, മറ്റുള്ളവരെ തിന്മയിലേക്ക് നയിക്കുക, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഒഴിവാക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട് പൗലോസ്ലീഹ. അതുപോലെ തന്നെ അധ്വാനിച്ച് വേണം മറ്റുള്ളവരെ സഹായിക്കാൻ, മടി പിടിച്ചിരിക്കരുത് എന്ന് ഓരോന്നും പറയുമ്പോൾ അതിലൊക്കെ ഒരു ആത്മീയ മാനമുണ്ട്. ഇതുതന്നെയാണ് ഈ അടക്കത്തിൽ, ആശയടക്കത്തിലൊക്കെ നമ്മൾ കാണേണ്ടത്. അടക്കം വഴിയുള്ളതായ
അടക്കത്തിൻ്റെ ശൈലിയും വഴിയുമൊക്കെ പഠിച്ചെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതാണ് വാസ്തവത്തിൽ നോമ്പ് കാലത്തിലൊക്കെ നമ്മൾ നേടേണ്ടത്. ഓരോ അടക്കത്തിലും അത് അവിടം കൊണ്ട് അവസാനിക്കരുത്. അത് ജീവിതത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റാനായിട്ട് എനിക്ക് സാധിക്കണം. ഞാൻ ഉപവാസം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാം അത് അവിടം കൊണ്ട് ഈ ഉപവാസത്തിൻ്റെ അല്ലെങ്കിൽ നോമ്പിൻ്റെ ഒരു കാലഘട്ടത്തിൽ മാത്രമാക്കി അവസാനിപ്പിക്കാതെ അതിൻ്റെ ഒരു ജീവിത ശൈലിയിലേക്കൊക്കെ എന്നെ കൊണ്ടുവരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നോമ്പിൻ്റെ ചൈതന്യം ഞാൻ ജീവിക്കുന്നു എന്ന് പറയാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ ഒരു 50 നോമ്പ് കാലം അത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ പഴയ ജീവിതാവസ്ഥയിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ വരും. അതല്ല, ഇത് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്ന ഒന്നായിട്ട് മാറണം ഓരോ നോമ്പ് ആചരണവും. അതിന് ഈ നോമ്പ് കാലം നമ്മെ സഹായിക്കട്ടെ.